ആലുവയിലെ പാലസ് ഡിവിഷനിലാണ് നടൻ ദിലീപ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. വരിയും നടിയുമായ കാവ്യ മാധവനും ദിലീപിനോടൊപ്പം വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. 9ാം വാർഡിലാണ് ദിലീപ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. ആലുവയിലെ പാലസ് ഡിവിഷനിലെ 9ാം വാർഡിലാണ് നടൻ ദിലീപ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. എറണാകുളം ആലുവയിലെ പാലസ് ഡിവിഷനിലെ 9ാം വാർഡിലാണ് നടൻ ദിലീപ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. നടിയും ഭാര്യയുമായ കാവ്യ മാധവനും ദിലീപിനോടൊപ്പം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. എറണാകുളം ആലുവയിലെ പാലസ് ഡിവിഷനിലാണ് നടൻ ദിലീപ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. ആലുവയിലെ പാലസ് ഡിവിഷനിലെ 9ാം വാർഡിലാണ് നടൻ ദിലീപ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. രേഖപ്പെടുത്തിയ ശേഷം ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലുവയിലെ പാലസ് ഡിവിഷനിലാണ് നടൻ ദിലീപും നടിയും ഭാര്യയുമായ കാവ്യ മാധവനും അടക്കം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജ് ചേർന്നു. വിനയ, നടൻ കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ആലുവയിലെ പാലസ് ഡിവിഷനിലാണ് വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. സെന്റ് ഫ്രാൻസിസ് എച്ച് ഫോർ ഗേൾസ് എന്ന സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ദിലീപും കാവ്യയും കുടുംബവും എത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദിലീപിന് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടായിരുന്നത്. ശേഷം വലിയ ആരോപണങ്ങൾ അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെതിരെയും കൂടാതെ മഞ്ജുവിനെതിരെയും അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദിലീപ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ആലുവയിലുള്ള സെന്റ് ഫ്രാൻസിസ് സ്കൂളിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ദിലീപിനോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഒന്നും പറയാതെയാണ് ദിലീപ് പോയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് മാധ്യമങ്ങൾക്ക് നൽകിയത്. മറ്റൊന്നും തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉയർന്ന ആരോപണങ്ങൾ അതിനുശേഷമാണ് ഇപ്പോൾ ദിലീപ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണ്. കാരണം ഈ സർക്കാർ അടക്കം മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് UDFന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് അടക്കം തന്നെ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ദിലീപും കാവ്യയും കുടുംബവും എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കാവ്യയോ ദിലീപോ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, നടൻ ദിലീപ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. ആലുവയിലെ സെന്റ് ഫ്രാൻസിസ് എച്ച് ഗേൾസ് ഹൈസ്കൂളിലാണ് അദ്ദേഹം ഭാര്യയും നടിയുമായ കവിയോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊന്നും കാര്യമായി ദിലീപ് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ്